Hi dears, welcome to my YouTube channel. Standard 7 Social Science 5th chapter Our Earth അഥവാ നമ്മുടെ ഭൂമി എന്ന ചാപ്റ്ററിൻ്റെ പാർട്ട് 2 വീഡിയോ ആണിത്. പാർട്ട് 1 കാണാത്തവർ അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. കൂടാതെ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായവും കമൻ്റായി രേഖപ്പെടുത്തുക. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കുട്ടികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എർത്തിൻ്റെ ഇൻറ്റീരിയറിനെ കുറിച്ചും സ്ട്രക്ചറിനെ കുറിച്ചും പഠിച്ചു. ഇനി നമ്മൾ പഠിക്കുന്നത് എർത്തിൻ്റെ അറ്റ്മോസ്ഫിയർ, അതായത് അന്തരീക്ഷത്തെക്കുറിച്ചാണ്. വാട്ട് ഈസ് ദ അറ്റ്മോസ്ഫിയർ? എന്താണ് അന്തരീക്ഷം? ടെക്സ്റ്റ് നോക്കൂ. ഇവഞ്ച്വലി ആൻ എയർ കവർ കണ്ടെയ്നിങ് മെനി ഗ്യാസസ് വാസ് ഫോംഡ് അറൗണ്ട് ദി എർത്ത്. ദിസ് ഗ്യാസസ് ബ്ലാങ്കറ്റ് ദാറ്റ് കവേഴ്സ് ദി എർത്ത് ഈസ് നോൺ ആസ് ദ അറ്റ്മോസ്ഫിയർ. ഭൂമിയെ ആവരണം ചെയ്യുന്ന വാതകങ്ങളുടെ പുതപ്പാണ് അന്തരീക്ഷം. അതായത് ഭൂമിയുടെ ചുറ്റും ഒരു പുതപ്പ് പോലെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന വാതകങ്ങളുടെ ഒരു കട്ടിയുള്ള ആവരണം അഥവാ കവറിങ്, അതാണ് അന്തരീക്ഷം. ഗുരുത്വാകർഷണ ബലം എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഈ ഗുരുത്വാകർഷണ ബലം മൂലമാണ് ഈ വാതകങ്ങൾ ഭൂമിയോട് ചേർന്ന് നിൽക്കുന്നത്. ഇപ്പോൾ അന്തരീക്ഷം എന്താണെന്ന് മനസ്സിലായോ? ഒന്നുകൂടി പറഞ്ഞു തരാം. ഭൂമിയെ ആവരണം ചെയ്യുന്ന വാതകങ്ങളുടെ പുതപ്പാണ് അന്തരീക്ഷം. ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? ഇവഞ്ച്വലി ആൻ എയർ കവർ കണ്ടെയ്നിങ് മെനി ഗ്യാസസ് വാസ് ഫോംഡ് അറൗണ്ട് ദി എർത്ത്. ദിസ് ഗ്യാസസ് ബ്ലാങ്കറ്റ് ദാറ്റ് കവേഴ്സ് ദ എർത്ത് ഈസ് നോൺ ആസ് ദ അറ്റ്മോസ്ഫിയർ. ഓക്കെ അല്ലേ? ഇനി അന്തരീക്ഷത്തിലെ പ്രധാന വാതകങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. നിങ്ങൾക്കറിയുമോ ഏതെല്ലാമാണ് അന്തരീക്ഷത്തിലെ പ്രധാന വാതകങ്ങൾ എന്ന്? ഓക്സിജൻ, നൈട്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ്. ഒന്നുകൂടി പറയാം. ഓക്സിജൻ, നൈട്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ്. ഇനി ഇവ കൂടാതെ മറ്റ് വാതകങ്ങളും നമ്മുടെ അന്തരീക്ഷത്തിൽ ഉണ്ട്. കോമ്പോസിഷൻ ഓഫ് ദി അറ്റ്മോസ്ഫിയർ, അന്തരീക്ഷ സംരചന. The presence of atmosphere is there up to an altitude of about 10,000 kilometers from the Earth's surface. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് 10,000 കിലോമീറ്റർ ഉയരം വരെ അന്തരീക്ഷത്തിൻ്റെ സാന്നിധ്യമുണ്ട്. But it is estimated that 97% of the total atmospheric air exists up to an altitude of about 29 kilometers above the Earth's surface. അന്തരീക്ഷ വായുവിൻ്റെ 97% സ്ഥിതി ചെയ്യുന്നത് ഏകദേശം 29 കിലോമീറ്റർ വരെയാണെന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. As altitude increases, the amount of gases decreases. ഉയരം കൂടുന്തോറും വാതകങ്ങളുടെ അളവ് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഈ ഭാഗത്തിൽ നിന്നും എന്താണ് മനസ്സിലായത്? ഭൗമോപരിതലത്തിൽ നിന്നും 10,000 കിലോമീറ്റർ വരെ അറ്റ്മോസ്ഫിയറിൻ്റെ സാന്നിധ്യമുണ്ട്. എന്നാൽ അന്തരീക്ഷ വായുവിൻ്റെ 97% സ്ഥിതി ചെയ്യുന്നത് 29 കിലോമീറ്റർ വരെ മാത്രമാണ്. അതുപോലെ ഉയരം കൂടുന്തോറും വാതകങ്ങളുടെ അളവും കുറഞ്ഞു വരുന്നതായാണ് കാണുന്നത്. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ്സ് ആണ്, ഓർത്തു വയ്ക്കുക. നെക്സ്റ്റ് പാർട്ട്, ഓക്സിജൻ, ദ ലൈഫ് ഗിവിംഗ് ഗ്യാസ് ഫോർ ഹ്യൂമൻസ് ആൻഡ് അതർ ലിവിംഗ് തിങ്സ്, and carbon dioxide that helps the survival of plants are obtained from the atmosphere. These two gases play a vital role in sustaining life on Earth. ഭൂമിയിൽ ജീവൻ നിലനിൽക്കാൻ 2 വാതകങ്ങളാണ്
അത്യാവശ്യമുള്ളത് ഏതെല്ലാമാണ്? ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്. ഇവ നമുക്ക് എവിടെ നിന്നാണ് ലഭിക്കുന്നത്? അന്തരീക്ഷത്തിൽ നിന്ന്, അല്ലേ? അന്തരീക്ഷത്തിൽ നിന്ന് മാത്രമാണ് നമുക്ക് ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും ലഭിക്കുന്നത്. അറ്റ്മോസ്ഫിയർ അഥവാ അന്തരീക്ഷം എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഇനി അറ്റ്മോസ്ഫിയർ ഗ്യാസസ്, അന്തരീക്ഷ വാതകങ്ങൾ, അവയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അറ്റ്മോസ്ഫിയറിലെ ഇമ്പോർട്ടൻ്റ് ഗ്യാസസ് ഏതൊക്കെയായിരുന്നു? ഓക്സിജൻ, നൈട്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, അല്ലേ? ഇതിലേതാണ് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ളത്? വിച്ച് ഈസ് ദ മോസ്റ്റ് അബൻഡൻറ്റ് ഗ്യാസ് പ്രസൻറ്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ? അറിയാമോ? ഏതാണ്? നൈട്രജൻ. നൈട്രജനാണ് നമ്മുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം. ഈ ചിത്രം നോക്കൂ. ഇതിൽ ഡിഫറെൻ്റ് കളേഴ്സ് കാണുന്നില്ലേ? ഗ്രീൻ പാർട്ട്, ഇത്രയും ഭാഗം നൈട്രജൻ ആണ്. 78%, 78%. നെക്സ്റ്റ് ബ്ലൂ പാർട്ട്, ഇതാണ് ഓക്സിജൻ. ഓക്സിജൻ എത്ര പെർസെൻറ്റേജ് ആണ്? 21%, 21%. ഇപ്പോൾ നൈട്രജനും ഓക്സിജനും കൂടി ടോട്ടൽ എത്രയായി? 100%-ൽ 99% ആയി. ഇതെങ്ങനെ കിട്ടി? 78 പ്ലസ് 21 ആഡ് ചെയ്യൂ, 99 കിട്ടിയില്ലേ? ഇനി ബാക്കി എത്ര പെർസെൻറ്റേജ് ഉണ്ട്? 1%, അതായത് 1%. റെഡ് കളറിൽ കൊടുത്തിട്ടുള്ളത് അതാണ്. ഈ 1%-ലാണ് ആർഗൺ, കാർബൺ ഡൈ ഓക്സൈഡ്, നിയോൺ, ഹീലിയം, ക്രിപ്റ്റോൺ, സിനോൺ, ഹൈഡ്രജൻ എന്നിവയെല്ലാം അടങ്ങിയിട്ടുള്ളത്. ഈ ചിത്രം ഓർത്തു വെച്ചാൽ തന്നെ നമുക്കിത് പഠിക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ അന്തരീക്ഷത്തിൽ വാതകങ്ങൾ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. വാതകങ്ങൾ മാത്രമേ നമ്മുടെ അന്തരീക്ഷത്തിലുള്ളൂ? അല്ല, ജലതന്മാത്രകളും ഉണ്ട്. എങ്ങനെയാണ് അന്തരീക്ഷത്തിൽ ജലതന്മാത്രകൾ എത്തുന്നത്? അറിയാമോ? ബാഷ്പീകരണം വഴി. ചെറിയ ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിച്ചിട്ടില്ലേ കുട്ടികളെ ബാഷ്പീകരണം എന്താണെന്ന്? ടീച്ചർ ഒന്നുകൂടി പറഞ്ഞു തരാം. ടെക്സ്റ്റ് നോക്കൂ. സൂര്യതാപമേറ്റ് ഭൗമോപരിതലത്തിൽ നിന്നും ജലം നീരാവിയായി അന്തരീക്ഷത്തിലെത്തുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം. എന്താണ്? സൂര്യതാപമേറ്റ് ഭൗമോപരിതലത്തിൽ നിന്നും ജലം നീരാവിയായി അന്തരീക്ഷത്തിലെത്തുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം. ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം? The process by which water from the earth's surface heated by the sun and reaches the atmosphere as vapor is called evaporation. I repeat, the process by which water from the earth's surface heated by the sun and reaches the atmosphere as vapor is called evaporation. നെക്സ്റ്റ് ലൈൻ നോക്കൂ. The presence of water vapor in the atmosphere is only up to 90 km from the earth's surface. എർത്ത് സർഫേസിൽ നിന്ന് ഏകദേശം 90 കിലോമീറ്റർ വരെ മാത്രമേ ജലതന്മാത്രകളുടെ സാന്നിധ്യം ഉള്ളൂ. ജലതന്മാത്രകളെ എത്ര കിലോമീറ്റർ വരെ കാണാൻ പറ്റുള്ളൂ? ഏകദേശം 90 കിലോമീറ്റർ വരെ മാത്രം. വാതകങ്ങളും ജലതന്മാത്രകൾക്കും പുറമെ പൊടിപടലങ്ങളും അന്തരീക്ഷത്തിലുണ്ട്. ഇംഗ്ലീഷിൽ ഡസ്റ്റ് എന്ന് പറയും. പൊടിപടലങ്ങൾ കാണപ്പെടുന്നത് ഭൂമിയുടെ ഉപരിതലത്തോട് ചേർന്നാണ്. അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ എങ്ങനെയാണ് എത്തുന്നത്? ഹൗ ഡസ്റ്റ് പാർട്ടിക്കിൾസ് റീച്ച് ദ അറ്റ്മോസ്ഫിയർ? നോക്കാം. ലിഫ്റ്റഡ് ഫ്രം ദി എർത്ത് ബൈ വിൻഡ്. കാറ്റിലൂടെ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുന്നു.
കമ്മിങ് ഔട്ട് ഡ്യൂറിങ് വോൾക്കാനിക് ഇറപ്ഷൻസ്, അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്ത് വരുന്നവ. ആഷ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് ബേണിംഗ് ഓഫ് മീറ്റിയസ്, ഉൽക്കകൾ കത്തുന്നതിലൂടെ ഉണ്ടാകുന്ന ചാരം. ഇങ്ങനെയെല്ലാമാണ് നമ്മുടെ അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ ഉണ്ടാകുന്നത്. കുട്ടികളെ, ഈ പേജിൽ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് വായിക്കാം. ഹൗ അറ്റ്മോസ്ഫിയർ ഹെൽപ്സ് ഇൻ ദ സർവൈവൽ ഓഫ് ലൈഫ് ഓൺ എർത്ത്. ഭൂമിയിലെ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് അന്തരീക്ഷം എങ്ങനെയെല്ലാം പ്രയോജനപ്പെടുന്നു? തൊട്ട് താഴെ അതിൻ്റെ ആൻസറും കൊടുത്തിട്ടുണ്ട്, നോക്കൂ. കോസസ് അറ്റ്മോസ്ഫിയറിക് ഫിനോമിന, കാലാവസ്ഥാ പ്രതിഭാസങ്ങൾക്ക് കാരണമാകുന്നു. അടുത്തത് പ്രൊട്ടക്ട്സ് ഫ്രം ഹാംഫുൾ സൺറൈസ്, ഹാനികരങ്ങളായ സൂര്യരശ്മികളിൽ നിന്ന് സംരക്ഷിക്കുന്നു. ഒന്ന് നമുക്ക് ആഡ് ചെയ്യാം. പ്രൊവൈഡ്സ് ഓക്സിജൻ ടു ലിവിങ് ഓർഗാനിസംസ്, ജീവജാലങ്ങൾക്ക് ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യുന്നു. വിവിധ തരത്തിലുള്ള മലിനീകരണങ്ങളെക്കുറിച്ച് മുൻ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ അഥവാ അന്തരീക്ഷ മലിനീകരണം? ദ മിക്സിംഗ് അപ്പ് ഓഫ് സ്മോക്ക്, ടോക്സിക് ഗ്യാസസ് ആൻഡ് അതർ കെമിക്കൽസ് ഇൻ ദ എയർ that alters the composition of atmosphere is known as atmospheric pollution. അന്തരീക്ഷ വായുവിൽ അപകടകരമായ അളവിൽ പുകയും വിഷവാതകങ്ങളും മറ്റ് രാസപദാർത്ഥങ്ങളും കലരുന്നതാണ് അന്തരീക്ഷ മലിനീകരണം. അന്തരീക്ഷം മലിനമാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഈ ചിത്രങ്ങൾ നോക്കൂ. ഫാക്ടറികളിൽ നിന്നും വാഹനങ്ങളിൽ നിന്നും പുക അന്തരീക്ഷത്തിലേക്ക് വ്യാപിക്കുന്ന 2 ചിത്രങ്ങളാണ് ഇവിടെ കാണുന്നത്. നെക്സ്റ്റ് പിക്ചേഴ്സാണ് ബേണിംഗ് പ്ലാസ്റ്റിക്സ്, വൈൽഡ് ഫയർ, ഫയർ വർക്ക്സ് ആൻഡ് വോൾക്കാനിക് ഇറപ്ഷൻ. ഫാക്ടറികളിലെ പുക, വാഹനങ്ങളിൽ നിന്നുള്ള പുക, പ്ലാസ്റ്റിക് കത്തിക്കുന്നത്, കാട്ടുതീ, വെടിക്കെട്ട്, അഗ്നിപർവ്വത സ്ഫോടനം, ഇവയൊക്കെയാണ് നമ്മുടെ അന്തരീക്ഷം മലിനമാക്കുന്നത്. വ്യവസായ നഗരങ്ങളിലെ അന്തരീക്ഷ മലിനീകരണത്തിൻ്റെ തോത് വളരെ കൂടുതലാണ്. എന്തായിരിക്കാം കാരണം? അവിടെ നിരവധി ഫാക്ടറികളും നിർമ്മാണശാലകളും വൈദ്യുതി ഉൽപ്പാദന കേന്ദ്രങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. ജനസാന്ദ്രത കൂടിയ അത്തരം ഇടങ്ങളിൽ വാഹനങ്ങളുടെ എണ്ണവും കൂടുതലാണ്. മാത്രമല്ല, രാസവസ്തുക്കളുടെ ഉൽപ്പാദനം, ലോഹനിർമ്മാണം എന്നിവയുടെ ഫലമായുള്ള വിഷവാതകങ്ങൾ കൂടി അന്തരീക്ഷത്തിലേക്ക് എത്തുന്നു. അങ്ങനെ വ്യവസായിക നഗരം അന്തരീക്ഷം മലിനമാക്കപ്പെടുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഡൽഹിയിലെ അന്തരീക്ഷ മലിനീകരണത്തെക്കുറിച്ച്. അടുത്തിടെ പത്രത്തിലും ന്യൂസിലൊക്കെ വന്നിരുന്നു. അത്തരം ഒരവസ്ഥയാണ് അന്തരീക്ഷം മലിനമാക്കപ്പെട്ടാൽ ഉണ്ടാകുന്നത്. അറ്റ്മോസ്ഫിയർ പൊല്യൂഷൻ്റെ ഭാഗമായാണ് അമ്ലമഴ ഉണ്ടാകുന്നത്. ഈ ഭാഗമൊന്ന് വായിക്കാം, ശ്രദ്ധിച്ചിരിക്കും. വെൻ കോൾ, പെട്രോളിയം ഫ്യൂവൽസ്, ഡീസൽ etc. are burned, many gases such as carbon dioxide, carbon monoxide, sulfur dioxide etc. are released into the atmosphere. In the atmosphere, these gases mix with rainwater, making it acidic and reaches the earth as acid rain. If the pH value of rainwater is less than 5, it is considered as acid rain. The pH value of pure water is 7. കൽക്കരി, പെട്രോളിയം ഇന്ധനങ്ങൾ, ഡീസൽ തുടങ്ങിയവ കത്തുമ്പോൾ കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ് തുടങ്ങിയ വാതകങ്ങൾ അന്തരീക്ഷത്തിൽ എത്തുന്നു. അവ മഴവെള്ളത്തോടൊപ്പം ഭൂമിയിലെത്തുന്നു.
pH വാല്യൂ 5-ൽ കുറവുള്ള ഈ മഴയെയാണ് ആസിഡ് റെയിൻ അഥവാ അമ്ലമഴ എന്ന് പറയുന്നത്. അപ്പോൾ ആസിഡ് റെയിൻ നന്നായി പഠിച്ചു വയ്ക്കുക. ഇനി ശുദ്ധജലത്തിൻ്റെ pH വാല്യൂ എത്രയാണ് എന്നൊരു ചോദ്യം പരീക്ഷയ്ക്ക് വരാം. അപ്പോൾ pH വാല്യൂ 7 ആണ്, ഓർത്തു വയ്ക്കുക. മറ്റൊന്നാണ് സ്മോഗ്, പുകമഞ്ഞ്. പുകയും മൂടൽമഞ്ഞും ചേർന്നാണ് പുകമഞ്ഞുണ്ടാകുന്നത്. സ്മോഗ് ഈസ് എ ബ്ലെൻഡ് ഓഫ് സ്മോക്ക് ആൻഡ് ഫോഗ്. ഇനി എന്തൊക്കെയാണ് പുകമഞ്ഞുണ്ടാവാനുള്ള കാരണങ്ങൾ? വ്യവസായശാലകൾ, നിർമ്മാണ പ്രവർത്തനങ്ങൾ, വാഹനങ്ങൾ, കാർഷിക വിളകളുടെ അവശിഷ്ടങ്ങൾ കത്തിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ ഉണ്ടാകുന്ന പുകയും പൊടിപടലങ്ങളും അന്തരീക്ഷത്തിൽ നിറയുന്നു. ഇവ മഞ്ഞുമായി ചേർന്നാണ് പുകമഞ്ഞ് രൂപപ്പെടുന്നത്. ഇതുകൊണ്ടുള്ള ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ സ്ട്രോക്ക്, ഹാർട്ട് ഡിസീസ്, ലങ് ഡിസീസ് എന്നിവയ്ക്ക് കാരണമാകുന്നു. ഈ ചിത്രങ്ങൾ നോക്കൂ. അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ കുറയ്ക്കാനുള്ള സൊല്യൂഷൻസ് എന്തൊക്കെയാണ്? ഈ ചിത്രങ്ങളെ അടിസ്ഥാനമാക്കി നമുക്ക് എന്തൊക്കെ പറയാം? പ്ലാന്റ് മോർ ട്രീസ്, കൂടുതൽ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക. യൂസ് സൈക്കിൾ ഫോർ ഷോർട്ട് ഡിസ്റ്റൻസസ്, കുറഞ്ഞ ദൂരങ്ങളിലേക്ക് സൈക്കിൾ ഉപയോഗിക്കുക. യൂസ് പബ്ലിക് ട്രാൻസ്പോർട്ട്, പൊതുഗതാഗതം ഉപയോഗിക്കുക. യൂസ് സോളാർ എനർജി, സൗരോർജം ഉപയോഗിക്കുക തുടങ്ങിയവയിലൂടെ നമുക്ക് അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ കുറയ്ക്കാൻ കഴിയും. ഇനി എല്ലാവരും നോട്ട്സ് എഴുതിയെടുക്കുക.